ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോമെന്റർ. ഞാൻ സൂരജ് കോടിയേരി. അപ്പോൾ നമ്മുടെ SCRT സീരീസിന്റെ 4ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് 3 ഭാഗങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നോട്ട് തന്നെ കണ്ട് തീരുക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഒരു നോട്ട് ബുക്ക് തയ്യാറാക്കി വെക്കുക. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതിനൊപ്പം ഒരു നോട്ട് ബുക്ക് മുന്നിൽ എടുത്തു വെക്കുക. നമ്മൾ SCRTയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ നോട്ട് ബുക്കിൽ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു SCRT സീരീസ് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുന്ന എക്സാംസുകൾക്ക് ഉപകരിക്കും. ഇനി കുറെ പേര് 9th എന്തുകൊണ്ട് തുടങ്ങി, എന്താണ് 5ഉം 6ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് തുടങ്ങിക്കൂടായിരുന്നു എന്നുള്ള സജഷൻസ് ഒക്കെ കുറെ പേര് കഴിഞ്ഞ കമന്റ് ബോക്സിലൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 9th ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും ഇന്ത്യൻ ജോഗ്രഫിയിലെ കുറേയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ വരുന്ന എക്സാംസുകൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും. അതുകൊണ്ടാണ് 9th വെച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പൊ 9th 10th കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സുകളും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇനി SCRT പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് ഈ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു വൺസ് ഉണ്ടാക്കുന്ന ആ നോട്ടിലൂടെ ചുമ്മാ ഒന്ന് വായിച്ചു പോയാൽ മതി. വീണ്ടും വീണ്ടും SCRT വായിക്കണം എന്നില്ല. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരെ മുന്നോട്ട് പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 9th സ്റ്റാൻഡേർഡിലെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ വന്ന് നിൽക്കുവാണ്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിമാലയ എന്നുള്ള പൂർവാഞ്ചൽ എന്നുള്ള ഡിവിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഹിമാലയം കഴിഞ്ഞു. ഹിമാലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തിന്റെ പിറവിയൊക്കെ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹിമാലയത്തിന്റെ കഴിഞ്ഞ ദിവസം അതിനു മുമ്പായിട്ട് ടെലഗ്രാം ചാനലിന്റെ പേര് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് സെർച്ച് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നുവാണെങ്കിൽ ഈ കമന്റ് ബോക്സിലൂടെയോ ടെലഗ്രാം ചാനലിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാലയത്തെ 3 കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതില് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എവിടെയാണെന്നൊന്ന് ഓർമ്മിപ്പിക്കും ഞാൻ. കാരണം എന്താണ്, എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹിമാലയത്തില് 3 ഭാഗങ്ങൾ. ഇതാണ് പടിഞ്ഞാറൻ ഹിമാലയം, ഇതാണ് മധ്യ ഹിമാലയം, ഇതാണ് കിഴക്കൻ ഹിമാലയം. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. പടിഞ്ഞാറൻ ഹിമാലയം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അല്ലെ. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ തന്നെ നമ്മൾ ബേസിക്കലി 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പിന്നെയുള്ളതാണ് ഹിമാചൽ ഹിമാലയം. ഹിമാചൽ ഹിമാലയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്കാണ്. അപ്പോ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം പഠിച്ചു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് ഇനി നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകും? ഈ ഓറഞ്ചിൽ കാണുന്നത് എന്താ? നേപ്പാളിലെ അല്ലെ മധ്യ ഹിമാലയാണ്. അതിനുശേഷം നമ്മൾ കിഴക്കൻ ഹിമാലയത്തിലേക്ക് പോകും. ബേസിക്കലി നമ്മൾ ഇന്ന് 3 ഭാഗങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞു തീരും. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോകുവാണ്. ബേസിക്കലി നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് SCRT പഠിച്ചതിന് ശേഷം തൊട്ടിപ്പുറം ഇതിന്റെ നോട്ട്, ഈ പേജിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള നോട്ട് ഞാൻ ഇവിടെ എഴുതും. ഓക്കെ, സോ നോക്കിക്കോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടം വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതായത് നമുക്ക് കുളു കാംഗ്ര, ഹിമാചൽ ഹിമാലയത്തില് കുളു കാംഗ്ര, ലാഹുൽ നിന്ന് തുടങ്ങിയ താഴ്വരകളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിങ് കാണാൻ പറ്റും. ഇതിന്റെ പേരാണ് മണികരൺ എന്ന് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഹോട്ട് സ്പ്രിങ് എന്ന് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വരക്കുന്ന ഡയഗ്രം ഒന്ന് നിങ്ങൾ നോക്കുക. ഭൗമ ഉപരിതലമാണെന്ന് വിചാരിക്കാം. ഇതൊരു ഭൗമ ഉപരിതലമാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു പോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയ്ക്ക് അടുത്തുള്ള മണികരണിൽ പോയാൽ ഈ കുളം ഇങ്ങനെ തിളക്കുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ചൂടാവുന്നത് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മൾ തീയൊന്നും ഇടണ്ട. ഓട്ടോമാറ്റിക്കലി ഈ കുളങ്ങളൊക്കെ ഇങ്ങനെ തിളച്ച് ആവി വരുന്നത്, നീരാവി വരുന്നത് കാണാൻ പറ്റും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും മാഗ്മ ഉണ്ടാവും. അധികം ദൂരെയല്ലാതെ ആരുണ്ടാവും? മാഗ്മ ഉണ്ടാവും.
ഈ മാഗ്മ ഉള്ളത് കാരണമാണ്, ഭൂമിക്കടിയിൽ അധികം ദൂരെയല്ലാതെ മാഗ്മ ഉണ്ടാവുന്നത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ മാഗ്മയിലെ ചൂട് സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രവഹിക്കും അല്ലെ. ശിലകളിലൂടെയും മണ്ണിലൂടെയൊക്കെ പ്രവഹിക്കൂലേ. മാഗ്മക്ക് ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുണ്ടാവും. അപ്പൊ ഈ ചൂട് സ്വാഭാവികമായിട്ടും ആർക്കും കിട്ടും? ഈ കുളത്തിനും കിട്ടും. അൾട്ടിമേറ്റ്ലി ഈ കുളം എന്ത് ചെയ്യാൻ തുടങ്ങും? തിളക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇതിങ്ങനെ നീരാവി വരാൻ തുടങ്ങും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോട്ട് സ്പ്രിംഗ്, അഥവാ മലയാളത്തിൽ ചൂട് നീരുറവ. നിങ്ങൾ ഈ പറഞ്ഞ മണികരണിൽ പോയിട്ടുണ്ടെങ്കിൽ മണികരണിൽ അവിടെയുള്ള കുളങ്ങളൊക്കെ ഇതേപോലെ ചൂട് പിടിക്കുന്നത് കാണാൻ പറ്റും. അവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു പാത്രത്തിൽ അരി ഇട്ടതിന് ശേഷം ആ പാത്രത്തിന്റെ വായഭാഗം ഒരു തുണി കൊണ്ട് മൂടി വെച്ചിട്ട് ഈ മണികരണിലുള്ള കുളങ്ങളിലേക്ക് താഴ്ത്തി വെക്കും. കുറച്ച് കഴിയുമ്പോൾ അതെന്താവും? ചോറാകും. അപ്പൊ അവർക്ക് വീട്ടില് ഗ്യാസ് ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മണികരണിലെ പോണ്ടിലൊക്കെ ഇതുപോലെ തൊട്ടടുത്തുള്ള വീടുകളിലെ അല്ലെങ്കിൽ ഈ ഒരു കടകളിലെയൊക്കെ ആ പാത്രങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കുക്ക് ചെയ്യുന്നതായിട്ട്. സോ ക്ലിയർ അല്ലേ? പിടികിട്ടിയല്ലോ? ഇതാണ് മണികരൺ അഥവാ ചൂട് നീരുറവ. സോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ക്ലാസ് കഴിഞ്ഞതും ടെലഗ്രാം ചാനലിൽ ഈ നോട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി. യു ജസ്റ്റ് സ്റ്റഡി, ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ഓക്കെ. അപ്പൊ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലമാകും. ഈ ഭൂഗർഭജലം എന്താണ്? ചൂട് പിടിക്കും അല്ലെ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ, ലൈക്ക് ഹിമാലയാസ് പോലുള്ള സ്ഥലങ്ങൾ അല്ലെ. യെസ്. ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂട് പിടിക്കും. എങ്ങനെയാ ചൂട് പിടിക്കുന്നേ? അടിയിൽ നിന്ന് മാഗ്മയിലുള്ള ചൂട് ഇങ്ങനെ കിട്ടും. ഓക്കെ. ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കും. ഭൂഗർഭജലം, കുളം എല്ലാം ചൂടാകും അല്ലെ. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. ചൂട് നീരുറവകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ചൂട് നീരുറവകൾ അഥവാ ഹോട്ട് സ്പ്രിംഗ്. ഇതിന് ഉദാഹരണമായിട്ട് നുബ്ര, മണികരൺ, കീർ ഗംഗ എന്നിവ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഗിവ് മി എ സെക്കൻഡ്. യെസ്. അപ്പോൾ ഇതാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളും നൽകിയിട്ടുണ്ട്. നുബ്ര താഴ്വര. ഈ നുബ്ര താഴ്വര വരുന്ന ലഡാക്കിനടുത്താണ്. മണികരൺ ഹിമാചൽ പ്രദേശിലാണ്. കീർ ഗംഗയും ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോട്ട് സ്പ്രിങ്ങുകളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇതിനെ, ഈ ഒരു എനർജിയെ നമ്മൾ ജിയോ തെർമൽ എനർജി എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ജിയോ എന്ന് വെച്ചാൽ ഭൂമി, ഭൗമ അല്ലെ. തെർമൽ എന്ന് വെച്ചാൽ ചൂട്, ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ചൂടല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ഭൗമ താപോർജം അഥവാ ജിയോ തെർമൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. ഈ മണികരൺ എന്ന ടൗണില് അവിടെയുള്ള കടകൾക്കും അവിടെയുള്ള വീടുകൾക്കും താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി എത്തുന്നത് ഭൗമ താപോർജ നിലയമായ മണികരൺ ജിയോ തെർമൽ എനർജി പ്ലാന്റിൽ നിന്നാണ്. ഓക്കെ. അപ്പോ മണികരൺ ചൂട് നീരുറവയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു പോയിന്റും നമുക്ക് എക്സ്ട്രാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. നമ്മൾ പഠിച്ചത് ഭൗമ താപോർജത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഭൗമ താപോർജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ തെർമൽ എനർജി, ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ. ഇതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചത് മണികരൺ ആണ്. മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. മണികരണിന്റെ അടുത്ത് തന്നെയുള്ള 2 സ്ഥലങ്ങൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഹിമാചൽ പ്രദേശിലെ ഖീർ ഗംഗ, അതുപോലെ തന്നെ നുബ്ര താഴ്വര. ഈ നുബ്ര താഴ്വര എന്ന് പറയുന്നത് നമ്മുടെ സിയാച്ചിന് അടുത്തുള്ള സ്ഥലമാണ് നുബ്ര താഴ്വര. അപ്പോ ഇത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലാണ്. ഇതല്ലാതെ എക്സ്ട്രാ ഒരു 2 പോയിന്റ്സ് കൂടി ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് അഥവാ വന്നാലോ. ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭൗമ താപോർജ നിലയം സ്ഥാപിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പുഗ താഴ്വര. പുഗ താഴ്വരയും ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തത് തത്തപ്പാനി. തത്തപ്പാനി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. പിന്നെ ഗുജറാത്തിൽ ഒരു സ്ഥലവും കൂടിയുണ്ട്,
കമ്പത്ത്, കമ്പത്ത്, കമ്പത്ത് അഥവാ കാംബെ ഗുജറാത്തിലെ ഒരു ടൗൺ ആണ്. ഗുജറാത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഉൾക്കടലിന് കമ്പത്ത് ഉൾക്കടൽ എന്ന് പേര് കിട്ടിയത് പോലും ആ ടൗണിൽ നിന്നാണ്. അപ്പൊ കമ്പത്ത് ഉൾക്കടലിലും നമുക്കിത് കാണാൻ പറ്റും. കമ്പത്ത് എന്ന ഒരു സ്ഥലത്തും ഗുജറാത്തിലെ ഇത് കാണാൻ പറ്റും. അപ്പൊ ഈ ഭൗമതാപോർജം, ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ചൂട് കൊണ്ടുള്ള ആ ഒരു ഭൂഗർഭജലം ചൂടാവുന്നത്, ആ ചൂടിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. മണികരണിൽ നമ്മൾ ഓൾറെഡി വൈദ്യുത നിലയം സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നുമുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലങ്ങളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് സ്ഥാപിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളാണ്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? അതുവരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നേ? ഇനി നമ്മൾ പോകുന്നത്, മാപ്പ് നോക്കിയേ, പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ കാശ്മീരും പഠിച്ചു, ഹിമാചലും പഠിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നേ? യെസ്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്കാണ് പോകുന്നത്. ഒന്നുമില്ല, ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഉണ്ടല്ലോ, അത് തന്നെ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലെല്ലാ പോയിന്റും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് സെയിം ഇവിടെ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കില് ഓരോ പേജിലുള്ള കാര്യം നമ്മൾ അരിച്ചു പെറുക്കും. ഡോണ്ട് വറി. ഉത്തരാഖണ്ഡ് ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയാണെന്ന് പറഞ്ഞു അല്ലെ? എവിടെ തൊട്ട് എവിടം വരെയാ? സത്ലജ് നദി തൊട്ട് കാളി നദി വരെയാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഞാൻ മാപ്പിൽ ഇതാ നിങ്ങളെ കാണിച്ചു തരാം. സത്ലജ് നദി ഞാൻ ആദ്യം വരക്കാം. സത്ലജ് നദി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിന്റെ ഈ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ ഒഴുകി പോകുന്ന നദിയാണ്. ആക്യുറേറ്റ് അല്ല, ഏകദേശം ഇതുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സത്ലജ് നദി. സത്ലജ് നമ്മൾ അടയാളപ്പെടുത്തി. ഉത്തരാഖണ്ഡിന്റെയും നേപ്പാളിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദിയാണ് നമ്മുടെ കാളി നദി. അപ്പൊ ഇതിനിടയിലുള്ള ഹിമാലയം എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എവിടെയാ? ഇത് ഇവിടെ കണ്ടില്ലേ? ഇതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹിമാലയ പർവ്വതങ്ങളെ വിളിക്കുന്ന പേരാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോ ഉത്തരാഖണ്ഡ് ഹിമാലയം കണ്ടല്ലോ, ഉത്തരാഖണ്ഡ് ഹിമാലയം കണ്ടല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാം. ഏതൊക്കെ നദികളുടെ ഇടയിലാ? കാളിക്കും സത്ലജിനും ഇടയിലാണ് ഇത് വരുന്നത്. കാളിക്കും സത്ലജിനും ഇടയിലാണ് ഇത് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഉത്തരാഖണ്ഡ് പ്രദേശത്താണിത്. ഗർവാൾ, ഗർവാൾ എന്നാണ് ശരിക്കും, ഗഡ്വാൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗഡ്വാൾ ഹിമാലയം, പടിഞ്ഞാറ് ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തെ കുമയൂൺ ഹിമാലയം എന്നുമാണ് ഇത് വിളിക്കുന്നത്. ഒന്നുമില്ല, ഈ ഉത്തരാഖണ്ഡ് ഹിമാലയെ നമ്മൾ രണ്ടാക്കാൻ പോവാണ്, രണ്ട് കഷ്ണങ്ങളാക്കാൻ പോവാണ്. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളതിനെ നമ്മൾ ഗഡ്വാൾ ഹിമാലയം എന്നാണ് വിളിക്കുക. കിഴക്ക് ഭാഗത്തുള്ളതിനെ കുമയൂൺ ഹിമാലയം എന്നാണ് വിളിക്കുക. കുമയൂൺ ഹിമാലയം. സെറ്റ് അല്ലേ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗർവാൾ ഹിമാലയം, കിഴക്ക് ഭാഗത്ത് കുമയൂൺ ഹിമാലയം. ഈ ഒരു രീതിയിലാണ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ആരൊക്കെയാ? പടിഞ്ഞാറ്, പടിഞ്ഞാറ് ആരാണ്? പടിഞ്ഞാറ് നമ്മുടെ ഗർവാൾ ഹിമാലയം, അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഗർവാൾ ഹിമാലയം, അതുപോലെ കിഴക്ക് കുമയൂൺ ഹിമാലയം. കുമവൂൺ എന്നാണ് SCERT ഉള്ളത്, കുമയൂൺ ആണ് ആക്ച്വലി, കുമയൂൺ. ഓക്കെ, ഇനി നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഏതൊക്കെ കൊടുമുടികൾ? നന്ദാദേവി, ഇന്ത്യയിലെ തന്നെ വളരെ ഉയരം ചെന്ന, കാഞ്ചൻജംഗയ്ക്ക് ശേഷം വളരെയധികം ഉയരം തരുന്ന ഒരു കൊടുമുടിയാണ് നന്ദാദേവി. പിന്നെ കമത്ത്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇതൊക്കെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണെന്ന് അറിയില്ലേ? നന്ദാദേവി ഉത്തരാഖണ്ഡാണ്, കമത്ത് ഉത്തരാഖണ്ഡിലാണ്, ബദ്രിനാഥും കേദാർനാഥും രണ്ടും ഈ പറഞ്ഞ തീർത്ഥാടന ടൂറിസത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ്. ഇതും ഉത്തരാഖണ്ഡിലാണ്, എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇനി ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ, ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങളും ഇവിടെയാണ്. ഏതൊക്കെയാ? ഗംഗോത്രിയും അതുപോലെ യമുനോത്രി തുടങ്ങിയ സ്ഥലങ്ങൾ. നമുക്കറിയാം ഗംഗയും യമുനയും ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ ഗംഗയെ വിളിക്കുന്ന പേര് തന്നെ എന്താ? ഉത്തരാഖണ്ഡിൽ ഗംഗയെ വിളിക്കുന്ന പേര് തന്നെ ഭഗീരഥി എന്നാണ്. അപ്പോ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗയും യമുനയും ഉത്ഭവിക്കുന്നത്. ഗംഗ ഗംഗോത്രിയിൽ നിന്നും യമുന യമുനോത്രിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അപ്പോ ഈ രണ്ട് നദികളുടെയും ഉത്ഭവ സ്ഥാനം ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഹിമാനികളാണ്. ആരൊക്കെ? ഗംഗോത്രി, യമുനോത്രി. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ
ഹിമാനികളുടെ പേരും നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഗംഗോത്രി, യമുനോത്രി. ഇനി ശുദ്ധജല തടാകങ്ങൾ നമുക്ക് ഒരുപാട് കാണും. ഹിമാലയമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ശുദ്ധജല തടാകങ്ങൾ കാണുമല്ലോ അല്ലെ. അപ്പോ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈനിറ്റാലും ഭീംതാലും ആണ്. അപ്പോൾ നൈനിറ്റാലും ഭീംതാലും ആണ് ശുദ്ധജല തടാകങ്ങൾ. അപ്പൊ ഈ പോയിന്റ്സുകളെല്ലാം തന്നെ ദേ നോക്കിയേ, ഈ ഒരു പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണെന്ന്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് ഈ പേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ഉത്തരാഖണ്ഡ് ഹിമാലയം എവിടെ തൊട്ട് എവിടം വരെയാ? സത്ലജ് നദി തൊട്ട് കാളി നദി വരെ. പടിഞ്ഞാറ് എന്താ വിളിക്കുക? പടിഞ്ഞാറെ നമ്മൾ ഗഡ്വാൾ ഹിമാലയം എന്ന് വിളിക്കും. കിഴക്കിനെ നമ്മൾ കുമയൂൺ ഹിമാലയം എന്ന് വിളിക്കും. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികൾ ഏതൊക്കെയാ? നന്ദാദേവി, കമറ്റ്, കമത്ത് കേട്ടോ, KAMET, കമറ്റ്, കേദാർനാഥ്, ബദ്രിനാഥ്, ഇവയൊക്കെയാണ്. ഇനി ഹിമാനികൾ ചോദിച്ചാൽ ആരൊക്കെയാ? ഗംഗോത്രിയും യമുനോത്രിയും. തടാകങ്ങൾ ഏതൊക്കെയാ? നൈനിറ്റാലും ഭീംതാലും. ഓക്കെ, നമ്മൾ ഹിമാലയത്തില് രണ്ട് തടാകങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ പേര് സൂരജ് താൽ, ഹിമാചൽ പ്രദേശ്. രണ്ട് ഞാൻ സൂരജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണാണ്, സൂര്യനാണ്. മറ്റത് ചന്ദ്രൻ, ചന്ദ്രതാല്. ഇപ്പൊ സൂരജ് താലും ചന്ദ്രതാലും അത് ഹിമാചലിൽ. ഇത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലുള്ളത് നൈനിറ്റാലും അതുപോലെ ഭീംതാലും. ഓക്കെ, സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പൊ ആ പേജ് അങ്ങോട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിർബന്ധമായും പഠിക്കുക. ഇനി നമ്മള് ഉത്തരാഖണ്ഡ് ഹിമാലയയുടെ ബാക്കി ഭാഗങ്ങൾ. ലെസർ ഹിമാലയത്തിനും ശിവാലിക് ഹിമാലയത്തിനും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ദൂണുകൾ അഥവാ ഡൂണുകൾ. ഡൂൺ തന്നെ പഠിച്ചാൽ മതി. ഇതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ SCERT ദൂൺ എന്നൊക്കെയാ കാണാം. ഡൂൺസ്, ഡെറാഡൂൺ അല്ലെ. എക്സാമ്പിൾ ആയിട്ട് ഡെറാഡൂൺ, ആക്ച്വലി ഡെറാഡൂൺ. ഓക്കെ, നമ്മൾ ഡെറാഡൂൺ എന്ന് വിളിക്കുന്ന സ്ഥലം. ഇത് എന്തിനൊക്കെ ഇടയില? ലെസർ ഹിമാലയത്തിനും ശിവാലിക്കിനും. വാ നമുക്ക് നോക്കാം. നമുക്ക് സ്വന്തമായിട്ടൊരു ഡയഗ്രം ഒക്കെ ഉണ്ടല്ലേ. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹിമാലയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഡയഗ്രം ഓർക്കുക. ഇതാണ് ഹിമാദ്രി, ഇതാണ് ഹിമാചൽ. ഇതിന്റെ മറ്റൊരു പേരെന്താ? ഗ്രേറ്റർ ഹിമാലയ. നല്ല വലിപ്പം ഉണ്ടല്ലേ. ഇവന്റെ മറ്റൊരു പേരെന്താ? ഹൈറ്റ് കുറഞ്ഞ ലെസർ ഹിമാലയ. ഈ ചെറുതിന്റെ പേരെന്താ? ശിവാലിക് ഹിമാലയ. ഹിമാദ്രിക്കും ഹിമാചലിനും അഥവാ ലെസർ ഹിമാലയത്തിനും ഗ്രേറ്റർ ഹിമാലയത്തിനും ഇടയിലുള്ള ഈ താഴ്വരകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇതാണ് നമ്മുടെ കാശ്മീരും കുളുവും അതുപോലുള്ള താഴ്വരകൾ. നമ്മളിപ്പോ പറഞ്ഞത് എന്താ? ലെസറിനും ശിവാലിക്കിനും ഇടയിൽ അഥവാ ഹിമാചലിനും ശിവാലിക് അഥവാ ഔട്ടറിനും ഇടയിൽ ഈ താഴ്വരകളെ വിളിക്കുന്ന പേരാണ്, ഇതിനിടയിലുള്ള കുറെ കല്ലുകളൊക്കെ നിറഞ്ഞ ഈ താഴ്വരയെ വിളിക്കുന്ന പേരാണ് ഡൂണുകൾ അഥവാ ഡൂൺസ്. അപ്പൊ ആരുടെയൊക്കെ ഇടയിലാ ഡൂൺസ്? ലെസർ ഹിമാലയത്തിനും ശിവാലിക് ഹിമാലയത്തിനും ഇടയിൽ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ റീഡ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ലെസർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയിൽ ഡൂൺസ്. സെറ്റ് അല്ലേ? ഇതിൽ ഏറ്റവും പ്രസിദ്ധം, ആക്ച്വലി ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡൂൺ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ആയിട്ടുള്ള ബുഗ്യാളിലേക്ക് പോകാം. ബുഗ്യാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ഉയർന്ന പർവ്വത ചെരുവുകളിൽ, ലെസർ ഹിമാലയയുടെ പർവ്വത ചെരുവിൽ, നമുക്ക് ആ പിക്ചറിൽ തന്നെ രേഖപ്പെടുത്തിയേക്കാം. ലെസർ ഹിമാലയയുടെ ഈ ഉയർന്ന പർവ്വത ചെരുവിൽ ഒരു 3000-4500 മീറ്ററിന്റെ ഉള്ളില് ഒരുപാട് പുൽമേടുകൾ കാണാൻ പറ്റും. ആ പുൽമേടിന്റെ പേരാണ് ബുഗ്യാൾ പുൽമേട്. എന്താ വിളിക്കുക? ബുഗ്യാൾ. ബുഗ്യാളാണ് നിങ്ങൾ ഇത് കാണുന്നത്. ഇപ്പൊ സെറ്റ് അല്ലേ? എവിടെയാണിത് പറഞ്ഞോ? ഉയർന്ന പർവ്വത ചെരുവുകളിൽ. എവിടെ? ലെസർ ഹിമാലയയുടെ അഥവാ ഹിമാചൽ ഹിമാലയയുടെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൾ. അതിന്റെ ഒരു പിക്ചറും ഒക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിക്ചറൊക്കെ നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബുഗ്യാൾ. നിങ്ങൾ വേനൽക്കാലത്താണ് ഹിമാചൽ പ്രദേശ് പോകുന്നതെങ്കിൽ നമുക്ക് പർവ്വത ചെരുവുകളിൽ ഇതുപോലെ വലിയ പുൽമേടും കാണാം. ഒരുപാട് ചെമ്മരിയാടും യാക്കും ഒരുപാട് പശുവും ആടും ഒക്കെ മെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആട്ടിടയന്മാരെ ഒരുപാട് കാണാൻ പറ്റും. ഇതാണ് ബുഗ്യാൾ. ഓക്കെ, ഇതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ദയാര ബുഗ്യാൾ, ഗോർസോൺ ബുഗ്യാൾ. ഇത് രണ്ടും നമ്മുടെ ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ്. ദയാര ബുഗ്യാളും ഗോർസോൺ ബുഗ്യാളും. ഓക്കെ, ഇനി ബുഗ്യാളുമായി ബന്ധപ്പെട്ട
ഒരു ടേബിളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും SCERT തന്നെ വീണ്ടും എന്താണ് ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ, ഞാൻ പറഞ്ഞു ലെസർ ഹിമാലയയിലാണിത്, നല്ല ഉയരത്തിലുള്ള സ്ഥലങ്ങൾ. എപ്പോ എത്ര ഹൈറ്റില്? 3000 തൊട്ട് 4500 മീറ്റർ ഹൈറ്റിൽ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ബുഗ്യാൾ ഏകദേശം ഒരു 3000 തൊട്ട് 4000 മീറ്റർ ഇടയിലായിട്ടാണ് കാണാൻ പറ്റുന്നത്, 4500 മീറ്ററിന് ഇടയിൽ. അപ്പോ ഈ ആക്ച്വലി ഈ 3000 മീറ്ററും 4500 മീറ്ററും എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എടാ, ഒരു പർവ്വതം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ ആ പർവ്വതത്തിൽ ഒരു 3000 മീറ്റർ ഹൈറ്റിൽ വരെ നമുക്ക് മരങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, 3000 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മരങ്ങൾ കാണാൻ പറ്റൂല. ഓക്കെ, അപ്പൊ 3000 മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് മരങ്ങൾ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മരം കാണാൻ പറ്റില്ല. അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ചില പുൽമേടുകൾ മാത്രമേ കാണാൻ പറ്റൂ. പുൽമേടുകൾ മാത്രം. എത്ര ഹൈറ്റ് വരെ? 4500 മീറ്റർ ഹൈറ്റ് വരെ. കാരണം അവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ, നല്ല തണുത്ത കാലാവസ്ഥയിൽ മരങ്ങൾക്ക് വളരാൻ പറ്റൂല. അതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, നല്ല തണുപ്പ് അതിശൈത്യമാണെങ്കിൽ അവിടെ പുല്ലിന് മാത്രം സമ്മർ സീസണിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ. വിന്റർ സീസണിൽ ഇതെന്താവും? വിന്റർ സീസണിൽ ഇത് മൊത്തം എന്താവും? മഞ്ഞ് മൂടും. മനസ്സിലായോ? അപ്പോ സമ്മർ സീസണിൽ കാണപ്പെടുന്ന ഇങ്ങനെയുള്ള ഈ പുൽമേടിനെ വിളിക്കുന്ന പേരാണ് ബുഗ്യാൽ. 3000 മീറ്റർ ഉണ്ടല്ലോ മരങ്ങൾ കാണുന്ന മാക്സിമം ഹൈറ്റ്, അതിന് നമുക്കൊരു പേരുണ്ട്. അതിന്റെ പേരാണ് ട്രീ ലൈൻ. ട്രീ കാണുന്ന മാക്സിമം ഹൈറ്റ്, ആ ഒരു ലൈനിനെ ട്രീ ലൈൻ എന്ന് പറയും. 3000 മീറ്റർ ആണ് പൊതുവെ. ഇനി 4500 മീറ്റർ വരെ പുൽമേട് കാണും അല്ലേ? അതെന്താ അങ്ങനെ? അതിന്റെ മേളിൽ എന്താ കാണാത്തെ? എടാ, അതിന്റെ മേളില് മഞ്ഞ് മൂടി കിടക്കും. അതിന്റെ മുകളില് പർവ്വതങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? മഞ്ഞ് മൂടി കിടക്കും. അപ്പൊ അതിന്റെ മേളില് പുല്ലല്ല, ഒരു ചെടിയും അവിടെ കാണില്ല. കാരണം അതിന്റെ മേളില് സ്നോ ആണ്, ഹിമമാണ്. സെറ്റല്ലേ? അപ്പൊ ഹിമം കാണുന്നതുകൊണ്ട്, സ്നോ കാണുന്നതുകൊണ്ട് അപ്പൊ ഒരിക്കലും സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവില്ല? പുല്ലോ സസ്യങ്ങളോ ഒന്നും കാണില്ല. അപ്പോ സസ്യങ്ങൾ കാണുന്ന മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ സ്നോ കാണുന്ന മിനിമം ഹൈറ്റിന് നമുക്കൊരു പേരുണ്ട്, സ്നോ ലൈൻ. എന്താ? സ്നോ ലൈൻ. ഹിമരേഖ. സ്നോ ലൈൻ. അപ്പൊ 4500 മീറ്റർ ആണ് സ്നോ ലൈൻ, 3000 മീറ്റർ ആണ് ട്രീ ലൈൻ. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആര്? ബുഗ്യാൾ എന്നാണ് നിങ്ങളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നൗ റീഡ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിനിടയിൽ വൃക്ഷരേഖ ട്രീ ലൈൻ, ഹിമരേഖ സ്നോ ലൈൻ, ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ബുഗ്യാൾ പുൽമേട്. ഗർവാഡ് മേഖല ഏതാ? ഉത്തരാഖണ്ഡിന്റെ പടിഞ്ഞാറ് ഭാഗം. ഗഡ്വാഡ് മേഖലയിൽ ബുഗ്യാൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വേറെയും പേരുണ്ട്. വേറെയും പേരുകൾ എന്ന് പറയുന്നത്, ഇപ്പോ കിഴക്ക് ഭാഗത്തൊക്കെ ഇതിനെ പായർ എന്നാ വിളിക്കുക. പായർ. അതുപോലെ കാശ്മീരിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. മെർഗ്, സോനാമാർഗ് അല്ലെ? സോനാമാർഗ്, ഗുൽമാർഗ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് ജമ്മു കാശ്മീരിൽ ഇതേ പുൽമേടിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ശൈത്യകാര്യങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ, അതായത് വേനൽക്കാലത്തിൽ മാത്രം പച്ച പുതച്ച് കിടക്കും. അപ്പൊ ഈ അവസരങ്ങളിൽ ആട്ടിടയന്മാര് അവരുടെ വളർത്തുമൃഗമായിട്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോ വേനൽക്കാലത്ത് താഴ്വാരങ്ങളൊക്കെ എന്ത് ചെയ്യും? വരണ്ടുണരും. പക്ഷെ ഇവിടെ നല്ല സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഉണ്ടാവും. അങ്ങനെ താൽക്കാലികമായിട്ട് അവർ പാർപ്പിടങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റും. എന്ന് വെച്ചാൽ ഈ ആട്ടിടയന്മാർ 6 മാസക്കാലം താഴ്വരയിലും ഇനി വേനൽക്കാലത്ത് 6 മാസം പർവ്വതത്തിലുമാണ് ജീവിക്കുക. കാരണം 6 മാസം പുൽമേ ഇവിടെ കാണും. അപ്പൊ അവര് എല്ലാ ലൈഫ് സ്റ്റോക്കിനെയും കൂട്ടിയിട്ട്, കന്നുകാലികളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇവർക്ക് കൃത്യമായ ഒരു വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പുല്ല് എവിടെയാണോ ഉള്ളത് അതാണ് അവരുടെ വീട്. ഓക്കെ, ഇങ്ങനെയുള്ള കാലിക ദേശാടനത്തെ ഒരു പേരുണ്ട്, ട്രാൻസ് ഹ്യൂമാൻസ്. എന്താ? ട്രാൻസ് ഹ്യൂമാൻസ്. ഇതെന്താണെന്ന് ഒന്നുകൂടി വായിക്കാം. വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലേക്കും ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം കഴിഞ്ഞു.
ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ച് ഇതേ ഞാനിതാ ഈ പേജിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചത് ഡൂൺസ് ആണ്. ലെസർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയിലാണ് ഡൂൺസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും വലുത് ഡെറാഡൂൺ ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുൽമേടുകള് ബുഗ്യാളിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. ബുഗ്യാൾ എന്ന് പറയുന്നത് എന്താ? ഉയർന്ന ചെരുവുകളിലെ വേനൽക്കാല പുൽമേടുകളാണ്. 3000 തൊട്ട് 4500 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിലാണ്. നമ്മൾ ആ പേജിലുള്ള സകല വിവരവും നമ്മൾ എടുത്തു. ഇനി എക്സാമ്പിൾ ആയിട്ട് ദയാര ബുഗ്യാളും ഗോർസോൺ ബുഗ്യാളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പേജിലുള്ളത് പഠിച്ചല്ലോ. ഇനി നമുക്ക് ഈ പേജിലെ മധ്യ ഹിമാലയത്തിലേക്ക് പോകാം. മധ്യ ഹിമാലയം എവിടെയാണ്, എന്താണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മധ്യ ഹിമാലയം എവിടെയാണെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇൻട്രൊഡക്ഷൻ പേജിൽ പഠിച്ചതാ. ഇത് ഓക്കെ, ആ 3 കഴിഞ്ഞു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഈ 3 കഴിഞ്ഞു. കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്. നൗ വി ആർ മൂവിങ് ടു മധ്യ ഹിമാലയം. മധ്യ ഹിമാലയം പ്രധാനമായിട്ട് കാണുന്നത് എവിടെയാ? നേപ്പാളിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നേപ്പാൾ ഹിമാലയം എന്നും പറയാം. എന്താ? നേപ്പാൾ ഹിമാലയം. 2 നദികളുടെ ഇടയിലാണ് നമ്മുടെ മധ്യ ഹിമാലയം. ഇത് കണ്ടോ? ഇവന്റെ പേര് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. കാളി. ആരാ? കാളി. കാളിക്കും ടീസ്റ്റ കണ്ടല്ലോ, സിക്കിമിലൂടെ ഒഴുകുന്ന ടീസ്റ്റ. ഈ 2 നദികളുടെ ഇടയിലുള്ള ഹിമാലയമാണ് നേപ്പാൾ ഹിമാലയം അഥവാ മധ്യ ഹിമാലയം. ഇത് പഠിക്കാൻ സിമ്പിൾ ആണോ? നേപ്പാൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഇടയിലാ? നമ്മുടെ മാപ്പ് നോക്കി, ഇന്ത്യയുടെ മാപ്പ് നോക്കി. നേപ്പാൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഇടയിലാ? നോക്കി, ഉത്തരാഖണ്ഡിനും സിക്കിമിനും ഇടയിലല്ലേ. ഉത്തരാഖണ്ഡിൽ ഇതിലൂടെ ഒഴുകുന്ന നദി നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. ആരാ? കാളി. സിക്കിമിലൂടെ ഒഴുകുന്ന നദി ഏതാ? സിക്കിമിന്റെ ജീവരേഖ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ നദി ഏതാ? ടീസ്റ്റ അല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ഹിമാലയത്തെ വിളിക്കുന്ന പേരാണ്, ബേസിക്കലി ഇതാ ഈ ഒരു ഹിമാലയത്തെ വിളിക്കുന്ന പേരാണ് മധ്യ ഹിമാലയം. അഥവാ മുഴുവനായിട്ടും കൂടുതൽ ഭാഗവും നേപ്പാളിലുള്ളത് കൊണ്ട് നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഹിമാലയം. ഓക്കെ, ബേസിക്കലി നമ്മൾ നേപ്പാളിനെ കുറിച്ചാണ് കൂടുതലും പഠിക്കുന്നത്. കുറച്ച് ഭാഗം സിക്കിമിലും വെസ്റ്റ് ബംഗാളിന്റെ ഈ ഒരു ഭാഗവും പഠിക്കും. ഈ ഭാഗത്തിന് എന്താ പറയാ? വെസ്റ്റ് ബംഗാളിന്റെ ഡാർജിലിംഗ്. അത് മാത്രമേ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളൂ. എന്ന് വെച്ചാൽ മധ്യ ഹിമാലയം കുറച്ചേ ഉള്ളൂ, ഭാഗ്യം. ഓക്കെ, സോ നമുക്ക് വായിച്ചാലോ. മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്റ്റ വരെ കണ്ടല്ലോ. മാപ്പിൽ കണ്ടാടി പൊളിയായിട്ട് കണ്ടിട്ടല്ലേ നമ്മൾ പഠിച്ചേ. അതുകൊണ്ട് ഇനി ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അപ്പൊ ആരുടെയൊക്കെ ഇടയിലാണ്? യെസ്, കാളിക്കും ടീസ്റ്റക്കും ഇടയിലാണ് മധ്യ ഹിമാലയം. അടുത്ത പോയിന്റിലേക്ക് ഗിവ് മീ എ സെക്കൻഡ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ അടുത്ത പ്രത്യേകത വായിച്ചോളൂ. നേപ്പാൾ ഹിമാലയം എന്നും ഇതിന് പേരുണ്ട്. നമുക്കറിയാം ഇത് നേപ്പാളിലാണ് ഭൂരിഭാഗം, അതുകൊണ്ട് ഇങ്ങനെ പേരുണ്ട്. ഇന്ത്യയിൽ ബേസിക്കലി ഭൂരിഭാഗവും നേപ്പാളിലാണ്, അതുകൊണ്ട് അങ്ങനെ പേര്. ഇന്ത്യയിൽ സിക്കിമും ഡാർജിലിംഗ് എവിടെയാ? വെസ്റ്റ് ബംഗാളിൽ. അവിടെ മാത്രമേ ഇന്ത്യയിൽ ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ഏതാ? മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലല്ലേ. അപ്പൊ ഈ ഹിമാലയത്തിലായിരിക്കൂലേ, നേപ്പാൾ ഹിമാലയത്തിലായിരിക്കൂലേ. ഇനി നമുക്ക് ഇന്ത്യയിലുള്ള കാര്യം എടുത്താലോ. ഇന്ത്യയിൽ എവിടെയേ ഇതുള്ളൂ? സിക്കിമിലും ഡാർജിലിംഗ് അഥവാ വെസ്റ്റ് ബംഗാളിലും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. സിക്കിമിലെ കൊടുമുടി ഏതാ? കാഞ്ചൻജംഗയല്ലേ. അപ്പോ കാഞ്ചൻജംഗ പർവ്വതവും പിന്നെ മറ്റൊരു ചുരം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും, ഇത് മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മധ്യ ഹിമാലയത്തിലെ ഒരു പർവ്വതം, 2 പർവ്വതങ്ങൾ പഠിച്ചു. ഒന്ന് നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്നത്. 2 നമ്മുടെ സിക്കിമിലെ കാഞ്ചൻജംഗ, അതും മറക്കരുത്. ഇനി ഇന്ത്യ ചൈന അതിർത്തിയിൽ നമുക്ക് സിക്കിമിലായിട്ട് ഒരു ചുരമുണ്ട്. ഏതാ? സിക്കിമിലായിട്ട് ഒരു ചുരമുണ്ട്. അതാണ് നമ്മുടെ നാഥുല ചുരം. ഏതാണ്? നമ്മുടെ നാഥുല ചുരം. നാഥുല. സിക്കിമിൽ 2 ചുരാണേ ഉള്ളത്. ഞാൻ 2 ഇവിടെ എഴുതുന്നുണ്ട്, നാഥുലയും ജലപ്പുലയും. ഓക്കെ, സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അപ്പൊ ഈ പേജിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഈ ഒരു ഭാഗവും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം
അതായത് ഇതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം എഴുതാം. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിന്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയാണ്. എടാ, സിക്കിമിന്റെ ജീവരേഖ എന്നാണ് ടീസ്റ്റ അറിയപ്പെടുന്നത്. എന്താ? സിക്കിമിന്റെ ജീവരേഖ. ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ നദിയാണ് നമ്മുടെ ടീസ്റ്റ. ഏറ്റവും വേഗതയുള്ള നദിയാണ് നമ്മുടെ ടീസ്റ്റ, മറക്കരുതല്ലേ. ഓക്കെ, ഇനി ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഡാർജിലിംഗ് തേയില നട്ടു. ഈ ഡാർജിലിംഗ് തേയിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ നല്ല ഉയരത്തിൽ വളരുന്ന ഒരു തേയിലയാണിത്. ലാലേട്ടൻ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദ് കൂടുന്നു അല്ലെ. ഡാർജിലിംഗ് തേയില നല്ല ഉയരത്തിൽ വളരുന്നതുകൊണ്ട് ഇത് സവിശേഷത ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം അരോമ തുടങ്ങിയവ കാണുന്ന ഒരു തേയിലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് GI ടാഗ് അഥവാ ഭൗമസൂചിക ലഭിച്ച ഭൗമസൂചികയിൽ ഇടം പിടിച്ച വിഭവം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യം GI ടാഗ് കിട്ടിയത് ആർക്കാ? ഡാർജിലിംഗ് തേയിലക്കാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യം GI ടാഗ് കിട്ടിയത് ഏത് വസ്തുവിനാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാതെ ഏതാണെന്ന്. ഓക്കെ, കേരളത്തിൽ. അപ്പോ നമ്മൾ ഹിമാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മധ്യ ഹിമാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മധ്യ ഹിമാലയത്തിനെ മറ്റൊരു പേരെന്താണ് വിളിക്കുന്നത്? നേപ്പാൾ ഹിമാലയം. കാളി തൊട്ട് എവിടം വരെയാ? ടീസ്റ്റ വരെ. കാളി ഉത്തരാഖണ്ഡ്, ടീസ്റ്റ സിക്കിം, അതിന്റെ ഇടയിലല്ലേ നേപ്പാൾ. ആലോചിച്ചാൽ മതി. ഇന്ത്യയിൽ സിക്കിമും ഡാർജിലിംഗ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. മൗണ്ട് എവറസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു? നേപ്പാളിലാണെന്ന് പറഞ്ഞു. മൗണ്ട് കാഞ്ചൻജംഗ എവിടെയാണെന്ന് പറഞ്ഞു? സിക്കിമിലാണെന്ന് പറഞ്ഞു. സിക്കിമിൽ ഒരു ചുരത്തിന്റെ പേരും നമ്മൾ പഠിച്ചു, നാഥുല ചുരം. നദി ടീസ്റ്റ നദിയും. ടീസ്റ്റ നദിയുടെ പ്രത്യേകത ഞാൻ എഴുതിയിട്ടുണ്ട്, വേഗത കൂടിയ നദി, ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് ഇന്ത്യ. ഇനി ഡാർജിലിംഗ് തേയിലയും ബ്രിട്ടീഷുകാർ നട്ടിട്ടുണ്ടെന്ന് നമ്മളിതാ ആ ഒരു പേജിൽ പഠിച്ചിട്ടുണ്ട്. GI ടാഗ് കിട്ടിയ ആദ്യത്തെ വസ്തുവാണ് ഇന്ത്യയിലെ നമ്മുടെ ഡാർജിലിംഗ് തേയില. അപ്പോൾ നമ്മൾ അതും നല്ല വൃത്തിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് കിഴക്കൻ ഹിമാലയമാണ്. ഓക്കെ, മധ്യ ഹിമാലയം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഡയഗ്രം എടുക്കുക. നേപ്പാൾ ഹിമാലയം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ആരാ? നമ്മുടെ കിഴക്കൻ ഹിമാലയം. അപ്പൊ നമുക്ക് കിഴക്കൻ ഹിമാലയം ഒന്ന് പെട്ടെന്ന് ഈ ക്ലാസ്സിൽ തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, കിഴക്കൻ ഹിമാലയയുടെ പ്രത്യേകതകൾ നോക്കിക്കോ. കിഴക്കൻ ഹിമാലയയുടെ പ്രത്യേകതകൾ പേജ് എടുക്കുന്നു, വായിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകൾ, അധികം ഹൈറ്റ് ഇല്ല, കുറച്ച് ഉയരം കുറവാണ്. അസാം, അരുണാചൽ പ്രദേശിലൊക്കെ കാണുന്ന ഹിമാലയത്തിന് ഹൈറ്റ് കുറവാണ്. ഇനി ഏതൊക്കെ നദികളുടെ ഇടയിലാ? ടീസ്റ്റ നദി തൊട്ട് ബ്രഹ്മപുത്ര വരെ. ഈ നേപ്പാൾ ഹിമാലയം കാളി തൊട്ട് ടീസ്റ്റ വരെയാണെങ്കിൽ ഇത് ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര വരെയാണ് എന്നാണ് പറയുന്നത്. ഇനി ആസാമൊക്കെ അല്ലേ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് ആസാം ഹിമാലയം എന്നുള്ള മറ്റൊരു പേര് കൂടിയുണ്ട്. ഈ കാര്യം മറക്കരുത്. ഞാനിതിവിടെ മാപ്പിൽ എന്തായാലും രേഖപ്പെടുത്തുന്നുണ്ട്. മാപ്പ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും നമുക്കില്ല. ഓക്കെ, മാപ്പ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും നമുക്കില്ല. അതുകൊണ്ട് മാപ്പിൽ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കിക്കോ, ഇതാണ് ടീസ്റ്റ നദി. ഓക്കെ, ടീസ്റ്റ. ഇതാണ് ബ്രഹ്മപുത്ര നദി. ഓക്കെ, ബ്രഹ്മപുത്ര. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് മെയിനായിട്ട് ആസാം എന്ന സ്റ്റേറ്റും അരുണാചൽ പ്രദേശ് സ്റ്റേറ്റും അല്ലേ. ആസാം ഹിമാലയം എന്നും ഇതിന് മറ്റൊരു പേരുണ്ട് എന്നാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളത് കണ്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഏരിയയിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഉയരം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. ടീസ്റ്റ തൊട്ട് അതുപോലെ ബ്രഹ്മപുത്ര നദി വരെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസം ഹിമാലയം എന്ന് മറ്റൊരു പേരുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന കൊടുമുടിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, നംജ ബർവ. നംജ ബർവ ഇന്ത്യയിലാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇന്ത്യയിലല്ല, ചൈനയിലാണ്. എടാ, പേര് നോക്കിയാൽ മതി. നംച ബർവ, ച ഫോർ ചൈന. നംജ ബർവയിലെ ച ഫോർ ചൈന, നംച ബർവയിലെ ചൈന. ഓക്കെ, സെറ്റ് അല്ലേ?
ഇനി ഇവിടെയുള്ള നദികൾ ബ്രഹ്മപുത്ര, കമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ്. ബേസിക്കലി ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ഈ കമെങ്ങും ലോഹിത്തും സുബൻസിരിയും ഒക്കെ. ഇനി അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസിയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില ചുരം, അരുണാചലിനെ ആരുമായിട്ട്? ലാസ. ലാസ എന്ന് പറയുന്നത് എവിടെയാ? ടിബറ്റ്, ചൈനയാണ്. ചൈനയിലെ ഒരു സ്ഥലമാണ് ലാസ, ടിബറ്റിലെ ഒരു സ്ഥലമാണ് ലാസ. ഇനി മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത്, മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആരാ? അരുണാചലിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത് ആരാ? ദിഫു ചുരമാണ്. ഇത്രയും കാര്യങ്ങളാണ് കിഴക്കൻ ഹിമാലയത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാ, കിഴക്കൻ ഹിമാലയത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാലോ. ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര വരെ, സെറ്റല്ലേ? ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര വരെ. ഉയരം കുറവായ ഹിമാലയമാണ്. നംജ പർവ്വതമാണ് കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടി. ഇതവൻ എവിടെയാ? ചൈനയിലാണ്. ഉയരവും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്, 7756 മീറ്റർ. ഇനി നദികൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ എന്താണ്? തോഴിമാരും, കമെങ്ങും ലോഹിത്തും സുബൻസിരി. ഇനി 2 ചുരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, ബോണ്ടില, ദിഫൂല. ബോണ്ടി ചുരവും ദിഫു ചുരവും. അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബോണ്ടില. ഓക്കെ. അരുണാചലിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നതാണ് ദിഫൂല. അവിടെ ദിഫൂലക്ക് ഒരു പ്രത്യേകതയുണ്ട്. അരുണാചലിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമല്ലേ? നിങ്ങൾ നോക്കിയേ, അരുണാചലിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് അത്. കണ്ടില്ലേ? ഇതാണ് ആ ചുരം. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള ചുരമാണ് ദിഫൂല. ഓക്കെ. അത് ഞാൻ വേണമെങ്കിൽ ഇതേ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെക്കാം. ദിഫൂലയുടെ പ്രത്യേകത എന്താണ്? കിഴക്കേ അറ്റത്തെ ചുരം. ഓക്കെ, കിഴക്കേ അറ്റത്തെ ചുരം. ഇതാണ് ഈ ഒരു ചുരത്തിന്റെ പ്രത്യേകത. ഇതൊരു കാരണവശാലും മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഹിമാലയം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പേജുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾക്ക് പൂർവാഞ്ചൽ കുന്നുകളിലേക്ക് പോകാം. ചിറാപുഞ്ചിയിലേക്കൊക്കെ ഒന്ന് അടുത്ത ദിവസം പോവാം. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ ആദ്യം GI ടാഗ് കിട്ടിയ വിഭവം വസ്തു എന്താണ്? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.